സൈറ്റ്. ഹായ്, ഇതാണ് നമ്മുടെ പുതിയ സൈറ്റ്. പുതിയ സൈറ്റിലെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ലോൺ ഏരിയ വേണം. പിന്നെ നമ്മുടേതായിട്ട് എന്തെങ്കിലും ആഡ് ഓൺ ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതുകൂടെ ചെയ്യാം, പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം. അങ്ങനെ നോക്കിയപ്പം അതേ പ്രോപ്പർട്ടിയിൽ തന്നെ കുറേ റോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് കളയാൻ വെച്ചിരുന്നതാണ്. നമ്മൾ അതിനകത്ത് നമുക്ക് വേണ്ട കുറച്ച് റോക്സ് സോർട്ട് ഔട്ട് ചെയ്തു. എന്നിട്ട് അതിനെ ഒരു ഈവനിങ് സീറ്റിംഗ് സ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കി. അതിനുവേണ്ടി ഒരു 3 സീറ്റും അതുപോലെ തന്നെ സെൻറ്റർ കോഫി ടേബിൾ നമ്മൾ അവിടെ തന്നെ സെറ്റ് ചെയ്തു. ഇതാണ് ലോണിൻ്റെ ഒരു കോർണർ പോർഷനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു റോക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സെക്കൻഡ് തിങ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ ഒരു ഐലൻഡ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഐലൻഡ് മനോഹരമാക്കാൻ ഒരു പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്തു. അത് മൾട്ടിബോൾ ഫൈക്കസ് ആണ്. ഇതാണ് മൾട്ടിബോൾ ഫൈക്കസ്. ഇതിനെ ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റോക്കിൻ്റെ പീസ് കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു വലിയ റോക്ക് പോലെ ഫീൽ ചെയ്യിക്കുന്നതാണ്. ഇതാണ് ശരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നീട് നമുക്ക് ബാക്കിയുള്ള ഏരിയ എല്ലാം പേൾ ഗ്രാസ് കൊണ്ട് കവർ ചെയ്തു. പേൾ ഗ്രാസ് ആയതുകൊണ്ട് മെയിൻ്റനൻസ് കുറച്ച് ഫ്രീ ആയിരിക്കും. മെക്സിക്കൻ്റെ അത്രയും വരുന്നില്ല. ഗ്രോത്തും ഈ തണൽ ഭാഗമൊക്കെ ആയതുകൊണ്ടും അത് നിൽക്കുകയൊക്കെ ചെയ്യും, കുഴപ്പമില്ല. പിന്നെ അപ്പോൾ ഒരു പാത്ത് വേ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം മെയിൻ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് കിട്ടുന്നത്. സീറ്റിംഗ് സ്പേസ് അവിടെ ഉണ്ട് കോർണറിൽ, അതുപോലെ തന്നെ പാത്ത് വേ ഉണ്ട്, പിന്നെ പേൾ ഗ്രാസും. പിന്നെ അവിടെ തന്നെയുള്ള 1-2 സാധനങ്ങൾ അവർ തന്നെ വെച്ചതാണ്. ഇതാണ് നമ്മുടെ ആ സീറ്റിംഗ് സ്പേസിൻ്റെ ഔട്ട് കിട്ടുന്നത്. നല്ല തണലുണ്ട്, വൈകുന്നേരങ്ങളിലൊക്കെ സുഖമായിട്ടിരിക്കാം. നേരത്തെ പറഞ്ഞ പ്ലാന്റ് ഒന്ന് ടോപ്പ് എയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമുക്ക് ഔട്ട് കിട്ടുന്നത്. വളരെ ഭംഗിയുള്ളൊരു ഏരിയ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.